വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള സർക്കാർ നിലപാട് ഞെട്ടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. UDF സർക്കാർ കേന്ദ്ര സർക്കാരുമായി ഒത്തുകളിക്കുകയാണെന്നും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സമാനമായ നീക്കമാണ് കേരളത്തിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മാത്രം സംവിധാനമാണ് വഖഫ് ബോർഡ്. അതിൻ്റെ മാനേജ്മെൻറ്റിൽ അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തിയത്. പൊതുവിൽ മതനിരപേക്ഷ സമീപനത്തിന് നിരക്കാത്തതും മതനിരപേക്ഷ വിരുദ്ധവുമായ നിലപാടാണ് ഇക്കാര്യത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോൾ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. നൃപൻ, വളരെ കാതലായിട്ടുള്ള വിമർശനങ്ങളും വിഷയങ്ങളുമാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതിൽ പ്രധാനമായിട്ടും ഈ UDF സർക്കാരിന്റെ നിലപാട് മാറ്റം, വഖഫ് വിഷയത്തിൽ UDF എന്താണ് മുൻ നിലപാട് സ്വീകരിച്ചിരുന്നതെന്നും ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിനും BJPക്കും അടിമപ്പെടുന്ന ഒരു നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം BJPയുടേതായിരുന്നു. അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാട് UDF സർക്കാർ സ്വീകരിക്കുന്നു. ഒപ്പം ലീഗും അതിന് അടിപ്പെട്ട് വിധേയം പ്രകടിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു, ലീഗ് മന്ത്രിയും. അതുപോലെ തന്നെ വൈദ്യുതി വിഷയം, അതാണ് കേരളം പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നതും. അതിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും വളരെ ഞെട്ടിക്കുന്നതും ആശങ്ക ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവത്തിലാണ് മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന സമീപനത്തിലേക്ക് കേരളത്തിലെ സംസ്ഥാന സർക്കാർ UDF സർക്കാർ പോകുന്നു എന്നതാണ്. അത് ലീഗ് തന്നെ ഭരിക്കുമ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ വ്യക്തിപരമായ നിലപാടാകാൻ സാധ്യതയില്ല, മറിച്ച് ഇത് ലീഗിന് വന്ന നയമാറ്റമാണ് എന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഇത് പ്രവർത്തനങ്ങൾ, അതായത് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ആകെ സ്തംഭിപ്പിക്കുന്നതാണ്. സർക്കാർ നടത്തിയത് ഹർജിക്കാർക്കൊപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണ്, ഞെട്ടിക്കുന്ന സംഭവമാണ് എന്നും പിണറായി ചൂണ്ടിക്കാട്ടി. സാധാരണ ഈ കേന്ദ്രം കൊണ്ടുവന്ന നിയമ ഭേദഗതി അത് നടപ്പിലാക്കിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അതേ നിലപാടിലേക്ക് കേരള സർക്കാരും പോകുന്നു എന്നതാണ് അതീവ ഗൗരവതരമായ പ്രശ്നം. ഒപ്പം തന്നെ ഇന്ന് മുസ്ലിം മതവിഭാഗത്തിന് എതിരാണെങ്കിൽ നാളെ മറ്റ് മതവിഭാഗങ്ങൾക്ക് എതിരെയും ഇത്തരം നടപടികൾ ഉണ്ടാവും. അതുകൊണ്ട് മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, ജനാധിപത്യ സമൂഹം ഇതിനെ ഒന്നിച്ചു നിന്ന് ചെറുക്കേണ്ട വിഷയമാണ്, അതീവ ഗൗരവതരമായ വിഷയമാണ്. വഖഫ് ബോർഡ് മാനേജ്മെന്റിൽ അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമം സംഘപരിവാറാണ് ആദ്യം നടത്തുന്നതെങ്കിൽ അതേ സംഘപരിവാർ സമീപനത്തിലേക്ക് കേരളത്തിലെ UDF സർക്കാർ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതു നിലയ്ക്കാണ് സംസ്ഥാനം അന്ന് നിയമസഭയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രമേയം പാസാക്കിയപ്പോൾ അന്ന് അതിനൊപ്പം സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയായിരുന്നു പ്രതിപക്ഷം. പക്ഷേ ഇന്ന് അതേ നിയമം തന്നെ, കേന്ദ്ര സർക്കാരിന്റെ അതേ നിയമം തന്നെ വള്ളി പുള്ളി തെറ്റാതെ നടത്താനാണ് സംസ്ഥാനം ഭരിക്കുന്ന UDF സർക്കാർ ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗ് നോമിനിയായ സ്പെഷ്യൽ പ്ലീഡർ മുഖേനയാണ് സർക്കാർ ഈ നിലപാട് കോടതിയെ അറിയിച്ചതെന്നും വളരെ ഗൗരവതരമായ വിഷയമാണ്. ഇക്കാര്യത്തിൽ ഡീൽ എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന UDF യഥാർത്ഥത്തിൽ ആരാണ് ഇത്തരം ഡീലുകൾ നടത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയാണ്. മാത്രമല്ല, സമ്പൂർണമായ സംഘപരിവാറിനുള്ള കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോൾ UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഈ പറയുന്ന ഈ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന സംഭവമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ഒളിച്ചുകളിയും ഒത്തുകളിയുമാണ് നടത്തിയത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മറ്റൊന്ന് അക്ഷയ് ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിൽ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യമായിട്ടുള്ള വൈദ്യുതി പ്രതിസന്ധി തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായിട്ടുള്ള മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പവർ കട്ടാണ്.
കഴിഞ്ഞ സർക്കാർ 10 വർഷം ഭരിച്ചപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അത് ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. മണിക്കൂറുകൾ പവർ കട്ട് ഉണ്ടാകുന്നു. കുട്ടികൾക്ക് ഇത് വലിയ തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഓണപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ മുൻകൂർ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അധിക വിലക്ക് വൈദ്യുതി വാങ്ങാനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ട്. അങ്ങനെ ഇരിക്കെ 150 മെഗാവാട്ടിന്റെ വൈദ്യുതിയാണ് അധികമായി വാങ്ങാൻ തീരുമാനിച്ചത്. അത് തന്നെ ഈ കേരളത്തിലെ നിലവിൽ വരുന്ന ഏകദേശം 600-800 മെഗാവാട്ടിലേക്ക് അധിക വൈദ്യുതി ഉപഭോഗം വരും എന്ന് മുൻകൂട്ടി കാണാനോ നിലവിലുള്ള പ്രതിസന്ധിയിലേക്ക് കേരളം പോകുമെന്ന് കാണാനോ സംസ്ഥാനത്തിന്റെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ആണവ നിലയം സ്ഥാപിക്കുകയാണ്, ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കുകയാണ് ഇതിനുള്ള പ്രതിവിധി എന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ ശക്തമായി കേരളത്തിൽ അത് എതിർക്കും. ആണവ നിലയം കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിശക്തമായ എതിർപ്പുണ്ടാവും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് തങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് അത് ആലോചിക്കാതിരുന്നത്. അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാവും അത് വഴിവെക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ പ്രതിപക്ഷം അംഗീകരിക്കില്ല. മറിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി മുൻകൂർ നടപടികൾ ആണ് സ്വീകരിക്കേണ്ടത്. അതിൽ വന്ന വീഴ്ചയാണ് കേരളത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.